വെൽക്കം ടു ഫുഡ് ഇൻഷി. ഞാനിവിടെ 2 നേന്ത്രപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട്, 1 കപ്പ് പാലെടുത്ത് വെച്ചിട്ടുണ്ട്, 1 കപ്പ് റവ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാമല്ലോ. അതിന് ഈ റവ ആദ്യം നന്നായി പൊടിച്ചെടുക്കണം. മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് പൊടിച്ചെടുത്താൽ മതി. ഇതിലേക്ക് മുറിച്ചിട്ട് കൊടുക്കാം. മിക്സിൻ്റെ ജാർ വെച്ചിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് മുറിച്ചിട്ട് കൊടുക്കാം. രാവിലെ എളുപ്പമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പാലിലേക്ക് കൊടുക്കാം. കുറച്ച് ഏലക്കായി പൊടിച്ചിട്ട് കൊടുക്കാം. മധുരം ഓരോരുത്തർ ആവശ്യം പോലെ ഇട്ട് കൊടുക്കാം. ഒരു നുള്ളുപ്പ്, അധികാവേണ്ട ഉപ്പ്, റവ പൊടിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു പാത്രം വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ബാറ്ററിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വേണമെന്നുവെച്ചെങ്കിൽ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. നിർബന്ധമില്ല, വേണമെന്നുവെച്ചെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇഷ്ടമാണെങ്കിൽ മാത്രം ഇട്ടാൽ മതി. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി, 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, നന്നായി ഇളക്കുക. നന്നായി ഇളക്കിയെടുത്താൽ ഒരു സ്റ്റീമർ വെച്ചിട്ടുണ്ട്, അതിൽ 2 പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇത് ഒഴിച്ച് കൊടുക്കാം. പാത്രത്തിൽ കുറച്ച് പശു നെയ്യ് തടവി കൊടുക്കണേ, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ പറ്റി പിടിക്കും. എന്താ ഉള്ളു ഒഴിച്ച് കൊടുക്കരുത്. ഇത്രയൊക്കെ ഒഴിച്ച് കൊടുത്താൽ മതി. ഇതുപോലെ 2-3 പാത്രത്തിൽ മൂടി കൊടുക്കാം. നമുക്ക് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. തുറന്ന് വെക്കാം. ഇത് വെന്ത് വന്നു. ഇത് ചൂടാറിയതിന് ശേഷമാണ് നമുക്കൊരു പാത്രത്തിലേക്ക് തട്ടാൻ. ചൂടാകട്ടെ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ കൊണ്ടു വച്ചിട്ടുണ്ട്. വേഗം ഉണ്ടാക്കിക്കാം. എളുപ്പം ഉണ്ടാക്കാൻ കഴിയും. രാവിലെ പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ പണിയൊക്കെ ആണെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ എളുപ്പം പണിയും കഴിഞ്ഞ് കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പം മധുരം വേണ്ടെന്നുള്ളവർക്കാണെങ്കിൽ കടുകും മുളകും ഒക്കെ തൂമിച്ചിട്ട് ഇട്ട് കൊടുത്താലും മതി. അപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതുപോലെ ഉണ്ടാക്കി വയ്ക്കുക. പാലൊഴിക്കുന്നിടത്ത് തൈര് ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാട്ടെ. ഇത് കണ്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഓഫീസുകളിലൊക്കെ കൊണ്ടുപോകാനും നല്ലതാണ്. കുട്ടികൾക്കും നല്ലതാണ്, വലിയവർക്കും നല്ലതാണ്. ഓക്കെ, നിങ്ങൾ ഷെയർ ചെയ്ത് വെക്കണം. ഷെയർ ചെയ്യാൻ വേണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യും വേണം. ലൈക്ക് ചെയ്യണം. ഓക്കെ, ബൈ.